This video is powered by MyG Future. Experience the next. Hi guys, welcome to Pearle Technick. I'm so happy. അങ്ങനെ നമ്മൾ പിന്നെയും അടുത്ത എപ്പിസോഡായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു കാര്യം ചോദിച്ചിരുന്നു എൻഡിങ്ങിൽ ഇനി ഏത് ടെക്കിനെയാണ് നമ്മൾ റിവ്യൂ ചെയ്യേണ്ടത്, ഏതാണ് അൺബോക്സ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പം കുറേയൊക്കെ കമൻസിൽ വന്നിരുന്നതായിരുന്നു. iPhone 16e കൊണ്ടുവരുമോ ചേച്ചി? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് iPhone 16e. അപ്പോൾ കണ്ടോളൂ, ഇതാണ് നമ്മുടെ ബോക്സ്. നമ്മൾ ഇന്ന് അതിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോവാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു Pearle Technick. iPhone 16e ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഇത് ഭയങ്കര ഒരു ഡിസ്കഷൻ കുറേ നടക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ ഒരു iPhone 16e കുറിച്ച് കുറേ പേര് നല്ലത് പറയുന്നു, കുറേ പേര് ചീത്തത് പറയുന്നു. അപ്പോൾ iPhone 16e ഞാൻ ആരാ ചേട്ടാ എന്ന് ചോദിക്കുന്ന ഒരു ഫോണാണ് ഈ ഫോൺ. അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ പാക്കേജിങ് വരുന്നത്. തുറന്നു നോക്കാം അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി അൺബോക്സിംഗ്. തുറക്കുമ്പോൾ വാവ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്, സിം ഇജക്ടർ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വരുന്നത്. പിന്നെ ദേ ഹാവ് ദ പേപ്പേഴ്സ്. അത് ഏറ്റവും കുറവാണ് ഇപ്പോൾ അവർ തരുന്നത്. അവർക്കറിയാം നമ്മളൊന്നും വായിക്കണില്ലെന്ന്. പണ്ടൊക്കെ കുറേ വരുമായിരുന്നു. ഇപ്പം എല്ലാം കുറഞ്ഞ് ഇനി മാഗ്നിഫൈങ് ഗ്ലാസും കൂടി തന്ന് ഇത് വായിക്കാൻ പറ്റിയേനെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫോൺ തുറന്നു നോക്കാം. ഐഫോണിൻ്റെ അൺബോക്സിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഇതാണ്. ഫ്രഷ് ഫോൺ. ഈ ഫോണിൻ്റെ സ്വഭാവം പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതായത് പഴയകാല ഫോൺ പോലെ പലർക്കും തോന്നിയതുകൊണ്ട് ഇവർ കളറും ബ്ലാക്കും വൈറ്റിലാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇവർ ഈ ഫോൺ ഇറക്കിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ആപ്പിൾ ഫാൻ ആണെങ്കിലും ഇന്ന് ഞാൻ ആ ഫാൻ കറങ്ങാണ്ടാണ് ഈ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് 60,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആൻഡ് ഓൾറെഡി ഇത് പ്രൈസ് കുറവാണെന്ന് പറയണം. ബിക്കോസ് ഐഫോണിൻ്റെ 8ൻ്റെ ബോഡിയിലാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം iPhone 14ൻ്റെ ബോഡിയിലാണ് ഇത് വരുന്നത്. സ്വന്തമായിട്ടൊരു ബോഡി പോലും ഈ ഫോണിനില്ല. നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഗൈസ്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ആൻഡ് 6.1 ഇഞ്ചിൻ്റെ 60 ഹെർട്സിൻ്റെ OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ വരുന്നത് പ്രൊമോഷൻ ഡിസ്പ്ലേ അല്ല. ബിക്കോസ് ഇതിലിപ്പോൾ 60 ഹെർട്സിനാണ് വരുന്നത്. 120 ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പം ദേ മൈറ്റ് ഫീൽ എ ജമ്പ്, ഒരു പുറകിലേക്കൊരു ജമ്പ് വന്ന പോലെ തോന്നും വെൻ ഇറ്റ് കംസ് ടു ദ ക്വാളിറ്റി ഓഫ് ഡിസ്പ്ലേ. സോ ഇതിൽ A18 നമ്മൾ ഇപ്പോഴത്തെ ഫോണുകളിലുള്ള A18 പ്രോസസ്സറാണ് വരുന്നതെങ്കിലും ഇതിൽ ഒരു GPU കോർ കുറവാണ്. പക്ഷേ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഒരു നട്ട് ലൂസാണെങ്കിൽ നിങ്ങൾ അറിയുന്നില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നില്ല. അതേപോലെ ഇത് ജീവിച്ചു പൊയ്ക്കോളും. ഒരു GPU കോർ കുറവാണെങ്കിലും നമ്മൾ അറിയില്ല. പക്ഷേ ഇത് ഗെയിമിംഗ് ചെയ്യുന്ന നിങ്ങളെപ്പോലത്തെ ചില ഗെയിമിംഗ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് നന്നായിട്ട് അറിയാൻ പറ്റും. Type-C പോർട്ടാണ് ഇതിൽ വരുന്നത്. സോ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ചാർജറൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു iPhone 16 Pro ഒക്കെ യൂസ് ചെയ്യുമ്പം വരുന്ന അതേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഉണ്ടാവും. ഇത് ശരിക്കും ഇൻട്രോവേർട്സിന് വേണ്ടി ഇവരുണ്ടാക്കിയ ഫോണാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഫോട്ടോ എടുക്കാനൊക്കെ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക്. അതുകൊണ്ട് ഒരു ലെൻസേ ഉള്ളൂ, വിച്ച് ഇസ് 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ. പക്ഷേ അൾട്രാ വൈഡും ഇല്ല, ടെലി ലെൻസും ഇല്ല. അത് രണ്ടും അവരെടുത്ത് കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് നമുക്കവർ തന്നിട്ടുണ്ട്. ഇതെങ്കിലും തന്നല്ലോ. 48 മെഗാ പിക്സൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം 2x ഇട്ട് നമ്മളിപ്പോൾ സൂമിനൊക്കെ ചെയ്ത് നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ക്രോപ്പ് ചെയ്താലും ക്വാളിറ്റി ലോസിലാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂട്ടോ. പിന്നെ ഒരു മെയിൻ ഡിഫറൻസ് എനിക്ക് ഈ ഫോണിൽ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഇത്രയും നാൾ സ്നാപ്ഡ്രാഗൺ മോഡമാണ് നമ്മുടെ ഐഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ആദ്യമായിട്ട് ആപ്പിളിൻ്റെ തന്നെ C1 എന്ന് പറയുന്ന ഒരു മോഡം ഇതിൽ ഇവർ യൂസ് ചെയ്തിരിക്കുകയാണ്. ഐ ഫീൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇവരിതൊരു ട്രയൽ ടെസ്റ്റ് അടിക്കുന്ന പോലെ ഈ ഒരു ഫോൺ ഇറക്കിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ബിക്കോസ് ഇതിനു മുമ്പ് വേറെ എവിടെയും ഇവരിത് യൂസും ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഫോൺ ഫോർ ആപ്പിൾ ടു കം ഔട്ട് വിത്ത് ഒരു C1 മോഡം. ഇതിൽ 3 സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. 128 ഉണ്ട്, 512 ഉണ്ട്, 256 ഉണ്ട്. പിന്നെ ഇതിൽ ഡിസ്പ്ലേ 60 ഹെർട്സും നമ്മുടെ സിംഗിൾ ക്യാമറയൊക്കെ വരുന്നത് കൊണ്ട് ഇതിൽ കൺസപ്ഷൻ കുറവായതുകൊണ്ടായിരിക്കണം ബാറ്ററി ലൈഫ് ഇതിൽ ബെറ്ററാണ്. പിന്നെ എനിക്ക് ഇതിലൊരു വ്യത്യാസം പിന്നെയും അവർ എന്താ പറയുക, ഒന്ന് നന്നായിട്ട് തിരിച്ചും പുറകിലേക്ക് പോയതുപോലെ തോന്നുന്നത് ഡൈനാമിക് ഐലൻഡ് അല്ല ഇവർ തന്നിരിക്കുന്നത്, നോച്ച് തന്നെയാണ് പഴയ പോലെ തന്നെ അവർ തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ബെസൽസ് ഒക്കെ പിന്നെയും തെക്കായിട്ടാണ്, നല്ല തിക്ക്
ബെസിൽ ഓൺ ഓൾ സൈഡ്സ്. ഐ തിങ്ക് ഐ ഡോണ്ട് നോ, നമ്മളിപ്പോൾ മറ്റേ ക്ലീൻ തിൻ ബെസൽസ് ഒക്കെ കണ്ട് ഇതിലേക്ക് തിരിച്ചു വരുമ്പോൾ അഗൈൻ ഇറ്റ് ലുക്സ് എ ലിറ്റിൽ പഴയ ഒരു ഫോണിലേക്ക് പോയ ഒരു ഫീലുണ്ട്. പിന്നെ ഇതിൽ വയർലെസ് ചാർജിങ് ഉണ്ട്, പക്ഷേ മാക്സ് സേഫ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇട്ടിട്ടൊക്കെ പോയാലും പ്ലേസ്മെൻറ്റ് കറക്റ്റ് ഇല്ലെങ്കിൽ അഗൈൻ ചാർജിങ് ടൈമിൽ അതൊരു ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. സോ മാക്സ് സേഫ് അവർ ഇതിൽ നിന്ന് മാറ്റി. ബട്ട് സ്റ്റിൽ വയർലെസ് ചാർജിങ് ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ല, ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി ഈ അൾട്രാ വൈഡ് എന്ന് പറയുന്ന സാധനമില്ല, പിന്നെ ടെലിഫോട്ടോ ഇല്ല. സോ ദാറ്റ് ഈസ് അഗൈൻ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് തന്നിരിക്കുന്ന ക്യാമറ നല്ലതാണെങ്കിലും അൾട്രാ വൈഡ് കുറേ പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് അനദർ ഒരു കോൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ iPhone 16 ഈ ആർക്കുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയ ഒരു ഫോൺ എനിക്ക് വേണം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ഐഫോൺ ഫോൺ എനിക്ക് വേണം, പക്ഷേ എനിക്ക് അത്ര വലിയ ബഡ്ജറ്റ് ഇല്ല, പക്ഷേ എനിക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺ വേണ്ട, പക്ഷേ ഇപ്പോൾ ഇറങ്ങിയൊരു ഫോൺ തന്നെ എനിക്ക് വേണം എന്ന് തോന്നുന്നവർക്കുള്ളതാണ് iPhone 16e. പക്ഷേ ഐ ഓൾസോ ഫീൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെയിൽ നടക്കുന്നു, ഇപ്പോൾ ബിഗ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നില്ലേ, അങ്ങനത്തെ ആമസോണിൽ എന്തെങ്കിലും സെയിലൊക്കെ ഉള്ള ടൈമിൽ ഇതിൻ്റെ പ്രൈസിൽ നിന്ന് കുറച്ച് കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുകയാണ്, നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് ബൈ അനദർ ഫോൺ ഫ്രം അനദർ സീരീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ if you really love iPhone and I want this, ഇപ്പം ആൻഡ്രോയിഡ് യൂസേഴ്സിൽ ഫസ്റ്റ് ടൈം യു ആർ സ്വിച്ചിങ് ടു ഐഫോൺ, അങ്ങനത്തെ ഒരാൾക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ചിലപ്പം ചിലവർ iPhone 10, 10R അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതുവരെ മാറ്റിയിട്ടില്ല, പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കണം, പക്ഷേ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അഗൈൻ ദേ ക്യാൻ ഗോ ഫോർ ദിസ് ഫോൺ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആണ്. അതിന് മുമ്പ് ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് എ ഷൗട്ട് ഔട്ട് ടു MyG Future. They have sponsored this video. നിങ്ങളുടെ വീട്ടിൽ എന്ത് സാധനങ്ങൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത്, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ആവട്ടെ, ഹോം അപ്ലയൻസസ് ആവട്ടെ, നമുക്കറിയാം കേരളത്തിലെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന മൈജിയുടെ ഷോറൂം. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഫോണല്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാം. സോ ബിഗ് ഷൗട്ട് ഔട്ട് ടു മൈജി. ലൈക്ക് ഐ സെഡ്, ഇതിൽ വൈറ്റും ബ്ലാക്കും ആണുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് മാറും. സോ നൗ വി ഹാവ് 128 അല്ലേ, 128 GB ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, വിച്ച് ഇസ് അറൌണ്ട് 60,000 rupees. 256 GB ആണെങ്കിൽ 70,000, അതായത് ഒരു 10,000 എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ 256 GB കിട്ടും. 512 GB ആണെങ്കിൽ അഗൈൻ 20,000 ആണ് കൂടുക, ഓൾമോസ്റ്റ് 90,000 rupees ആണ് 512 GBക്ക് വരുന്നത്. That's a lot of money for this phone. I don't know, but if you really, like I said, you know, പുതിയ ഫോൺ ലേറ്റസ്റ്റ് എഡിഷൻ വേണം എന്നൊക്കെ തോന്നുന്ന ആൾക്ക്, പിന്നെ സ്വിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ വെയിറ്റ് ഫോർ ദ പ്രൈസ് റേഞ്ച് ടു ഗോ ഡൗൺ എ ലിറ്റിൽ ബിറ്റ് മേ ബി. ഇറ്റ്സ് അപ് ടു യു, അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഡിസിഷനാണ്. എനിവേ, ഇന്നത്തെ എപ്പിസോഡിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഫീച്ചർ ദിസ് ബ്യൂട്ടിഫുൾ ഫോൺ iPhone 16e. ഞാൻ കുറച്ച് ജോക്സ് ഇറങ്ങോട്ടെ. പിന്നെ ഈ ഫോൺ ലൈറ്ററാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സിഗരറ്റ് ഒന്നും കത്തിക്കാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇത് ലൈറ്ററാണെന്നാണ്. പിന്നെ ഇതിൽ ടോർച്ചുണ്ട്, അപ്പോൾ ഇരുട്ടുള്ള സമയത്ത് നിങ്ങൾക്കിത് ഇങ്ങനെ വെളിച്ചമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോഴാണ് ഞാനിത് വാങ്ങണം എന്ന് തീരുമാനിച്ചത്. അതായത് നമുക്ക് ഫോൺ വിളിക്കാടാ, വി കൻ യൂസ് ഇറ്റ്. പലരും ഇപ്പോൾ ഫോൺ വിളിക്കുന്നില്ല, എന്നെ ഇപ്പോൾ ആരും വിളിക്കാറില്ല, ബിക്കോസ് എല്ലാവരും ഇപ്പം ടെക്സ്റ്റ് മെസ്സേജ് അതല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഫോൺ വിളിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഗിഫ്റ്റ് ചെയ്യണം, ഒരു ഗിഫ്റ്റിംഗ് ഫോണായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഒരാളുണ്ട്, അയാളുടെ കയ്യിൽ ഐഫോണേ ഇല്ല, അപ്പോൾ അയാൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നല്ല ഫോൺ, അത് ഐഫോൺ ആണോ, ആണ് ലേറ്റസ്റ്റ് ഫോണാണോ, സെക്കൻഡ് ഹാൻഡ് അല്ല, ബിക്കോസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് കൊടുക്കാൻ പറ്റില്ല, ലേറ്റസ്റ്റ് കൊടുത്തേ പറ്റൂ. അങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഫോണാണിത്. ബിക്കോസ് കയ്യിലും ഒതുങ്ങും, അവരും നിങ്ങളുടെ അടുത്ത് ഒതുങ്ങും. ഓക്കെ ഗൈസ്, അപ്പോൾ വേറൊരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞത് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണ്. മാത്രമല്ല, ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരാൾക്ക് ഞാൻ ഈ ഫോൺ ഗിഫ്റ്റ് ചെയ്യാൻ പോകണം. ബിക്കോസ് ഞങ്ങളുടെ പേർളി പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് 1 year സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിന് വന്ന് നമ്മുടെ സ്വന്തം ഡേവിഡ്, വൺ ഓഫ് ദി ബെസ്റ്റ് എഡിറ്റേഴ്സ്, അവൻ ഐഫോൺ അല്ല യൂസ് ചെയ്യുന്നത്. സോ അത് ഞങ്ങൾക്ക് എങ്ങനെ അത് അനുവദിക്കാൻ പറ്റും? ശ്രീനി പ്ലീസ് കമോൺ. അപ്പോൾ ഈ ഫോൺ നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഡേവിഡാണ്. കമോൺ ഡേവിഡ്. സോ ബോക്സോടെ ഹാൻഡ് ഓവർ ചെയ്യാണ്. Thank you. All the best. Welcome to the iPhone family. Okay guys, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. Take care. Bye. He's not single, girls. This video is powered by MyG Future. Experience the next.